ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചെറിയൊരു മോർണിംഗ് വ്ളോഗാട്ടോ. മോർണിംഗ് റൂട്ടീൻ കാണിക്കുന്നത്. സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പം രാവിലെ തന്നെ എണീച്ചു. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 6 മണി 6:30 എണീച്ചു. മോക്ക് 8:30 പോകണം. നവീൻ എൻ്റെ മുന്നേ എണീക്കും. അപ്പം ആവശ്യമുള്ള ചായയും കാപ്പിയൊക്കെ നവീനാണ് ഇടുക. ഞാൻ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നില്ല, അതുകൊണ്ട് നവീന് മാത്രമാണ് ഇട്ടത്. അപ്പം ഞാൻ ചോദിക്കുന്ന കേട്ടോ ഒരു സിപ്പെന്ന്, ആ ഒരു ആഗ്രഹത്തിന് ഒരു സിപ്പ് തരുമോയെന്ന്. അങ്ങനെ ഒരു സിപ്പൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി. ചായ നിർത്താൻ നോക്കിയാലും അധികമൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. നവീൻ ഓൾറെഡി തേങ്ങ ഒന്ന് ചിരകി തന്നിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് മുട്ടക്കറിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ദേഷ്യം അവളെ മൈൻഡ് ചെയ്യാതെ ഞാൻ ആ ബെഡിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ടാണ്. ഇനി അവളെയൊക്കെ മയക്കി എടുത്തിട്ട് വേണം എൻ്റെ പണി തുടങ്ങാൻ. 8:20 ആകുമ്പോൾ ബസ് വരും. അപ്പം അവൾ പോകുന്നതിന് മുന്നേ എൻ്റെ പണിയൊക്കെ തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ യൂഷ്വലി ഉച്ചക്കൊക്കെ പുറത്തുനിന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണ്ടൂ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഉച്ചക്ക് പുറത്തുനിന്നാണ്. രാത്രി അച്ഛനും അമ്മയും വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെക്കും. അത് ആ സമയമാകുമ്പോൾ ആലോചിക്കാം. സോ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ പോലെ നൂൽപുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇന്ന് ലഞ്ച് ഉണ്ടാക്കണ്ട, അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു 6:30 ആയി, 6:45 ആയി ഇന്ന് എണീക്കുമ്പോൾ. ലഞ്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ 6 മണിക്ക് തന്നെ എണീക്കാൻ നോക്കും. എന്താണെന്ന് വെച്ചാൽ 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മണിക്ക് എനിക്ക് എൻ്റെ വർക്ക് തുടങ്ങും, ഓഫീസ് വർക്ക്. സോ പിന്നെ നടുക്ക് എണീച്ച് വന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് നോക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ എണീക്കും. അപ്പം മുട്ട ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചു. പിന്നെ ഇടിയപ്പം, നൂലപ്പം എന്താ വിളിക്കുക അതിന് എന്ന് വെച്ചാൽ അത് ഞാൻ വെച്ചു അടുപ്പത്ത്. അതിൻ്റെ സൈഡിലേക്കൂടെ ഞാൻ കറിയും ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പം ഇതൊക്കെ ആയതാട്ടോ. അത് ഉണ്ടാക്കാൻ കാണിച്ചാൽ ടൈം പോകുന്നത് അറിയില്ല. ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ല. അപ്പോൾ ഇനി അവളുടെ ടിഫിൻ ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്യണം. അവൾക്ക് സ്നാക്സേ കൊടുത്തയക്കണ്ടു. സോ അതുകൊണ്ട് ഒരു ഓറഞ്ചും പിന്നെ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുക്കും, കുറച്ച് പഞ്ചസാര മേലിലിട്ടിട്ട്. പിന്നെ അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്യും. ബുക്സ് ഒന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും മാത്രമേ ഉള്ളൂ. അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ജോലിയിൽ ഞാൻ ഇറങ്ങും. അതാണ് അവളെ കുളിപ്പിച്ച് അവൾക്ക് യൂണിഫോം ഇട്ട് കൊടുത്ത് പിന്നെ അവൾക്കൊന്ന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം വിടാൻ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. സോ അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള റെഡിയായി. റെഡി ടു ഗോ ടു സ്കൂൾ. ഓക്കെ, ഇനി അപ്പ സമീന തൊഴിൽ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിൻ്റെ താഴെ പോയി. അവിടെ ബസ് വരും, ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലാറ്റിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത് അവൾക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും. പിന്നെ അവളെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നവരും ഈ ഫ്ലാറ്റിൽ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ആണ് സ്കൂള്, ഒരു 2 കിലോമീറ്ററിൻ്റെ ദൂരത്തിൽ. അപ്പോൾ ഈ ഫ്ലാറ്റിൽ നിൽക്കുന്നവരൊക്കെ മാക്സിമം കുറേയൊക്കെ അവിടെ പോവുള്ളൂ. പിന്നെ ചുറ്റിനുണ്ട് വേറെ സ്കൂള്, അവിടെയും പോവും. പക്ഷേ എങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവൾക്ക് കുറച്ചെങ്കിലും ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാവും. അവളെ വിട്ട് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ സമാധാനമായിട്ടൊന്ന് കഴിക്കുക. ഇല്ലെങ്കിൽ പിന്നെ തിരക്കിൽ കഴിക്കുമ്പം ഒരു സുഖം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ കോലം. അപ്പോൾ അതിനി ക്ലീൻ ആക്കണം. ഇതൊക്കെ ഞാൻ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത് വെക്കും, ഇല്ലെങ്കിൽ പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതിനെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും, കിച്ചൺ ക്ലീൻ അല്ലല്ലോ എന്ന്. ഇനി അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് മാവ് അരക്കാനുണ്ട്. അതിന് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് അരക്കണം. പിന്നെ അവൾക്ക് ഉച്ചക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നാണെങ്കിലും അവൾ അധികം അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറില്ല. പക്ഷേ ഫ്രൈഡേ അവളും കൂടി എൻജോയ് ചെയ്യണ്ടേ, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയൊരു സാധനം അവൾക്ക് മേടിച്ചു കൊടുക്കും കഴിക്കാനുള്ളത്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഞാൻ കുളിച്ചൊരുങ്ങി. എന്നിട്ട് നമ്മളൊന്ന് റെഡി ആയിട്ടാണ് ഒരു മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും ലിപ് ബാമൊക്കെ തേച്ചിട്ടാണ്. പിന്നെ മുടിയൊന്ന് സെറ്റാക്കുന്നല്ല, ആ നനവൊന്ന്, ഇന്ന് ഞാൻ തല കുളിച്ചു. അപ്പോൾ ആ നനവൊന്ന് പോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ബ്രഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി എടുക്കാൻ തുടങ്ങാം. ഈ വർക്ക് സ്പേസ് ഞാൻ ക്ലീൻ ആക്കിയതുകൊണ്ട് കയറുമ്പം തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ആ കച്ചറയിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളുടെ സാധനങ്ങൾ, ഐറ്റംസൊക്കെ നമ്മൾ കബോർഡിൽ നിന്ന് എടുത്ത് എല്ലാം സെറ്റാക്കി നമ്മൾ ജോലി എടുക്കാൻ തുടങ്ങി.
ഒരു 12:30 ആകുമ്പോൾ അവൾ വരും. അപ്പം അവളെ കൂട്ടാൻ വേണ്ടി ഫ്ലാറ്റിൻ്റെ താഴെ പോകണം. അപ്പം അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ കളിക്കാനും അതൊക്കെയാണ് ഇഷ്ടം. പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഇഷ്ടം ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ വന്നിട്ട് അച്ഛനോട് എന്തൊക്കെയോ കഥകളൊക്കെ പറയുമായിരുന്നു, എന്തായത്. അത് കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടി ഒന്ന് പുറത്തു പോയി നമ്മളുടെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്തത്തെ കടയിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ അവിടെ അവർ നമുക്ക് കൊണ്ടുതരും. പക്ഷേ എങ്കിൽ ഇന്ന് തിരക്കായതുകൊണ്ട് അവർ പറഞ്ഞു വന്നിട്ട് എടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ അങ്ങനെ എടുത്തു. പിന്നെ ഇത് അവളുടെ ഫ്രഞ്ച് ഫ്രൈസ്, അവൾക്ക് ഇഷ്ടമുള്ളത് ഫ്രഞ്ച് ഫ്രൈസാണ് മെയിനായിട്ട്. അപ്പം ഫ്രൈഡേ മാത്രം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് അവൾക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ചിലപ്പോൾ മേടിച്ച് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ നമ്മൾ മേടിച്ചത് പൊറോട്ട, ചിക്കൻ കറി, പിന്നെ ഒരു കിളിമീൻ ഫ്രൈ, അതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് കുശാലായി. ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുന്നതിന് മുമ്പേ അവൾക്ക് ചോറൊക്കെ കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും കഴിക്കില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ഒരു ഉറക്ക ടൈമുണ്ട്. അപ്പം ഞാനൊരു 2:30-3 മണിയാകുമ്പോഴത്തേക്ക് അവളെ ഉറക്കും. സോ അവളെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ കൂടെ തന്നെ ഇരിക്കണം. അവളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാവും. പിന്നെ അവൾ ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയും വന്നു. അവരിവിടെ ഒരു ഫംഗ്ഷനുണ്ട്, ചെറിയ ഫംഗ്ഷനുണ്ട്, അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ സോ എന്തായാലും വരികയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2-3 സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അമ്മൂമ്മേൻ്റെ നെയ്യപ്പവും, പിന്നെ നെയ്യപ്പാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ അമ്മ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം നെയ്യപ്പം നമ്മൾ തുറന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെറു ആയതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് വായിലിട്ടുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, സ്റ്റോപ്പില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തു. പിന്നെ അമ്മ എന്താ പറയണ്ടത്, അവിടെ നിന്നൊരു കേക്ക് കൊണ്ടുവന്നു, പിന്നെ പഴം കൊണ്ടുവന്നു, പിന്നെ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നു, അച്ചപ്പവും ചിപ്സും, പിന്നെ കടലമുട്ടായും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.